നടനും നിർമ്മാതാവുമായ സുരേഷ് കുമാർ സൂപ്പർ സ്റ്റാറുകൾ വൻ പ്രതിഫലം വാങ്ങുന്നു, അത് കുറയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ജൂൺ 1 മുതൽ സമരം തുടങ്ങുമെന്നും ഒരു പ്രസ്താവന കണ്ടുവരുടെ. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കുറച്ചാൽ സിനിമയ്ക്ക് വിജയമുണ്ടാകും എന്ന രീതിയിലാണ് നിർമ്മാതാക്കളുടെ സംഘടന സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇതാദ്യമായിട്ടല്ല. ചുരുങ്ങിയത് എല്ലാ വർഷം തന്നെ ഇവരിങ്ങനത്തെ സമരാഹ്വാനത്തിന് മുന്നിട്ടിറങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് സൂപ്പർ സ്റ്റാറുകൾ പ്രതിഫലം വാങ്ങുന്നുണ്ടോ, അമിതമായിട്ടുള്ള പ്രതിഫലം വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. മലയാള സിനിമയുണ്ടായിട്ട് ഏകദേശം 100 വർഷത്തിൽ താഴെയായിട്ടുണ്ട്. അന്നും ഓരോരുത്തരും ഇഷ്ടമുള്ള രീതിയിൽ പ്രതിഫലം വാങ്ങിയിരുന്നു. ഇപ്പോൾ പ്രേംനസീർ സാർ സത്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാർ അന്ന് മേടിച്ചിരുന്ന പ്രതിഫലം കേട്ടാൽ നമ്മൾ ഞെട്ടും. വളരെ കുറച്ച് പ്രതിഫലമാണെന്ന് ആലോചിക്കണം. അവർ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ട് പോലും വളരെ കുറച്ച് പ്രതിഫലമേ വാങ്ങിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എപ്പോഴാണ് പ്രതിഫലം കൂടിയത്? 1980 ശേഷമോ 85 ശേഷമോ ആയിരിക്കണം കണക്കുകൾ അനുസരിച്ചിട്ട്. ഇപ്പോൾ തോന്നിയ രീതിയിലാണ് പ്രതിഫലം വാങ്ങുന്നത് എന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു നിർമ്മാതാവും എന്നോട് സംസാരിക്കുകയുണ്ടായി. സത്യമാണ്. ഇവിടെ സൂപ്പർ സ്റ്റാറുകളാണ് പ്രതിഫലം അവർക്കിഷ്ടമുള്ള രീതിയിൽ വാങ്ങുന്നത്. അവരുടെ പ്രതിഫലം തീരുമാനിക്കുന്നത് അവരാണ്. മറ്റ് ഏത് തൊഴിലുടമയാണ് പ്രതിഫലം തീരുമാനിക്കുന്നത്. സ്ഥാപനങ്ങളിൽ, ഫാക്ടറികളിൽ അതിൻ്റെ ഉടമകളുണ്ട്. സർക്കാർ തലത്തിലുള്ളവരും സർക്കാരാണ് തീരുമാനിക്കുന്നത്. എല്ലാത്തിനുണ്ട്. പക്ഷെ സിനിമയിൽ മാത്രം ഒരു സിനിമ വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റടിക്ക് റേറ്റ് കൂട്ടുകയാണ്. അത് ലക്ഷങ്ങളായിരിക്കും ആലോചിക്കണം. ഇത് പല നിർമ്മാതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? സത്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിലാണോ, അവരുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടത്? ഇപ്പോൾ സത്യത്തിൽ എത്ര സൂപ്പർ സ്റ്റാറുകൾ സിനിമാ നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കൊടുക്കുന്നുണ്ട്? നമുക്ക് അതേക്കുറിച്ച് ആലോചിക്കണ്ടേ? ഇപ്പോൾ വർഷത്തിൽ എത്ര സിനിമയിൽ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്ന മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, സുരേഷ് ഗോപി, ദിലീപ് അങ്ങനെ അടക്കമുള്ളവർ എത്ര സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്? നമുക്ക് കണക്കൊന്ന് എടുത്ത് നോക്കാം. കണക്കെടുക്കണ്ടേ? കണക്കെടുക്കുമ്പോൾ ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ച സിനിമ ഇപ്പം ഈ വർഷം തന്നെ എടുത്ത് നോക്കാം. മമ്മൂട്ടി അഭിനയിച്ച സിനിമ ഈ വർഷം ഇറങ്ങിയത് ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ സിനിമ ഫ്ലോപ്പാണെന്ന് തന്നെ സുരേഷ് കുമാർ കണക്കുകൾ നോക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിട്ടുപോയ ഒരാൾ ടൊവിനോ തോമസ് കേട്ടോ. ഇനിയിപ്പോൾ ടൊവിനോ തോമസ് ഉൾപ്പെടുത്താത്ത സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഇപ്പോഴത്തെ. അപ്പോൾ ഇവരൊക്കെ അഭിനയിക്കുന്ന സിനിമയിൽ വൻപൻ, അതായത് ഇപ്പോൾ 3 കോടി പറഞ്ഞാൽ 10 കോടി ആകുന്നു, 10 കോടി കഴിഞ്ഞാൽ അത് 20 കോടി ആകുന്നു. ഇതാരാണ് ഇതുണ്ടാക്കുന്ന? സിനിമ സൂപ്പർ സ്റ്റാറുകളാണോ? അല്ല. ഒരു നിർമ്മാതാവ് തൻ്റെ ബഡ്ജറ്റ് ഇത്രയായിരിക്കണം. ആ ബഡ്ജറ്റ് ഇപ്പോൾ 3 കോടി പറഞ്ഞാൽ 3 കോടി കവിഞ്ഞാൽ 3 കോടി 1 രൂപയായാൽ അതിന് ഉത്തരവാദി പ്രൊഡ്യൂസർ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വരേണ്ടത്. അത്തരത്തിലുള്ള എഗ്രിമെൻ്റ് മുമ്പുണ്ടായിരുന്നു. അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ തുക കൂടുന്നത് നിങ്ങൾക്കറിയാലേ, ഷൂട്ടിങ്ങിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കൂടുന്നറിയാലോ, അനാവത്ത് ചിലവുകൾ കൂടുന്നറിയാലോ. ഇങ്ങനെ അറിഞ്ഞിട്ട് പോലും അപ്പോൾ നടപടികൾ എടുക്കാതെ പിന്നീട് എപ്പോഴോ നടപടി എടുത്തിട്ട് എന്ത് കാര്യം? ഇവിടെ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഒരു കാലഘട്ടത്തിൽ സിനിമ ഒരു സംവിധായകൻ്റെ ഒരു കലയുള്ള സമയത്തുണ്ടായിരുന്നു. ഇവിടെ സംവിധായകൻ പറയും, ഞാൻ ഇത്ര ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇത്ര കോടി രൂപയ്ക്ക് സിനിമ എടുത്തു തരാം. ഇപ്പോൾ ഒരു 3 കോടി രൂപയ്ക്ക് എടുത്തു തരാം. വേറെ പ്രൊഡ്യൂസർ ഒന്നും അറിയണ്ട. പ്രൊഡ്യൂസർ 3 കോടി രൂപ കൊടുക്കുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? ഈ സംവിധായകൻ ആ 3 കോടിയിൽ താഴെ രൂപയ്ക്ക് സിനിമ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കുന്നതായിരിക്കണം. അതിൻ്റെ കമ്മീഷൻ സംവിധായകന് വേറെ. ഇങ്ങനെയും കുറേ സംവിധായകർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഗുണകരമായോ എന്ന് ചോദിച്ചാൽ ചിലർ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു. ആ പടത്തിൻ്റെ ക്വാളിറ്റി പോലും കുറച്ചുകൊണ്ട് പറഞ്ഞ തുകയേക്കാൾ വളരെ താഴ്ത്തി അങ്ങനെയും ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നവരൊക്കെ അവർക്ക് തോന്നിയ രീതിയിൽ ചെയ്യുമെന്ന് ആലോചിക്കണം. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് മോഹൻലാലിൻ്റെ ഇത്ര സിനിമ വർഷത്തിൽ, മമ്മൂട്ടിയുടെ ഇത്ര സിനിമ വർഷത്തിൽ, പൃഥ്വിരാജിൻ്റെ ഇത്ര സിനിമത്തിൽ, ദിലീപിൻ്റെ സിനിമ എത്ര സിനിമയിൽ, ടൊവിനോ തോമസിൻ്റെ സിനിമ എത്ര. ഇതൊക്കെ പറയുമ്പോൾ
നമ്മൾ എത്ര സിനിമ ഒരു വർഷം റിലീസ് ചെയ്യുന്നുണ്ട്? അതിൽ മോഹൻലാലിൻ്റെ സാധനം കണക്കെടുക്കുക. മോഹൻലാൽ പുതിയ എത്ര നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കൊടുക്കുന്നുണ്ട് അത് പരിശോധിക്കാം നമുക്ക്. ആശീർവാദ് സിനിമാസിൻ്റെ പേരിലുള്ള ബാനറിലാണ് മോഹൻലാൽ കൂടുതൽ സിനിമകൾ അഭിനയിക്കുന്നത്. ആശീർവാദിൻ്റെ ഉടമസ്ഥ സ്ഥാനത്ത് പേര് വെച്ചിട്ടുള്ളത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെയാണ് അല്ലേ? അപ്പോൾ ചിലരിപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ അതിപ്പോൾ അതൊരു ബിനാമിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബിനാമി ആയാലും അല്ലെങ്കിലും നമ്മളൊരു കാര്യം ചോദിക്കുന്നത്, ഇത്രയും സിനിമകൾ ഇത്രയും വർഷം കൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസിൻ്റെ പേരിലെടുത്തു. എടുത്തിട്ട് ആ സിനിമകളിൽ പലതും ഹിറ്റുകളായിരുന്നു, ചിലത് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പം അതിനൊരു പ്രതിഫലമുണ്ട്. മാത്രമല്ല ആൻ്റണി പെരുമ്പാവൂർ അടക്കമുള്ളവർ ഈ സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരെല്ലാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പർമാരെന്ന് ആലോചിക്കണം. അതുകൊണ്ട് അവർ യഥാർത്ഥ കണക്കുകൾ അന്ന് അവിടെ വയ്ക്കുന്നില്ല. അതല്ല, ഏതെങ്കിലും ഒരു നിർമ്മാതാവ് താൻ ഇന്ന സൂപ്പർ സ്റ്റാറിന് കൊടുത്ത പ്രതിഫലം ഇത്രയാണ് എന്ന് സത്യസന്ധമായി പറയാറുണ്ടോ? ബ്ലാക്കിൻ്റെ കാര്യം അവർ സിനിമയിൽ ബ്ലാക്കും വൈറ്റും ഉണ്ടെന്ന് ആലോചിക്കണം. ഇപ്പം 5 കോടി നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് എത്ര കാണിക്കുക? 1 കോടിക്ക് കാണിക്കുക, ബാക്കിയൊക്കെ ബ്ലാക്കാ. ഈ ബ്ലാക്ക് എവിടെ പോയി? ഈ ബ്ലാക്ക് ആർക്ക് ഗുണം ചെയ്യുന്നു? ഈ കണക്കുകൾ എന്താണ് നിങ്ങൾ പുറത്ത് വിടാത്തത്? അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമരം പ്രഖ്യാപിക്കുന്നത് അത് അവരുടെ കാര്യം നല്ലത് തന്നെയാണ്, നമ്മളത് ഇടപെടുന്നില്ല. പക്ഷേ അവർ ചെയ്യേണ്ടത് ഇന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് ഇത്ര കോടി രൂപയാണ് പ്രതിഫലം കൊടുത്തിട്ടുള്ളത്, അതിൽ ബ്ലാക്ക് വാങ്ങി ഇത്രയാണ്, വൈറ്റ് വാങ്ങി ഇത്രയാണ്. ഇതിപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാരണം പറയില്ല എന്ന് പറയാൻ വേണ്ടി പ്രൊഡ്യൂസർമാർ കൊടുക്കുന്ന കണക്കുകളും കള്ളക്കണക്കുകളല്ലേ. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ സുരേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇത്ര കോടി രൂപ വന്ന സിനിമ പരിശോധിച്ചപ്പോൾ അത് ഹിറ്റാണെന്ന് പറഞ്ഞിട്ട് 3 കോടി രൂപയെ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ മമ്മൂട്ടിയായാലും മോഹൻലാലും ടൊവിനായാലും പൃഥ്വിരാജും ദിലീപായും അടക്കമുള്ളവരൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ മിക്കതും അവരുടെ സ്വന്തം ബാനറിലായിരിക്കും, അവരുടെ ബിനാമിയെ കൊണ്ട് നിർമ്മിക്കുന്നതായിരിക്കും ആലോചിക്കണം. അപ്പം ഇവരെത്ര ആ കണക്കുകൾ പരിശോധിക്കുക, ആ ബാനറുള്ള കണക്കുകൾ പരിശോധിക്കുക. അപ്പോൾ പരിക്കും ചിലപ്പോൾ അയ്യോ എൻ്റെ ബാനർ ആയതുകൊണ്ട് ഞാൻ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല, സമ്മതിക്കുന്നു. കണക്കുകളുണ്ട്, ഓഡിറ്റ് കൊടുക്കുന്നുണ്ട്, ആ കണക്കുകൾ പരിശോധിക്കണം. അപ്പോൾ അറിയാം ഇവരുടെ പ്രതിഫലം എത്രയാണെന്ന്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? എന്നാൽ എന്താ ചെയ്യേണ്ടത് ശരിക്കും? ഇവരെ വളർത്തിയ പ്രൊഡ്യൂസർമാരുണ്ട്, നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരൊക്കെ ഗതികിട്ട പ്രേതമായി അലഞ്ഞു നടക്കുന്നു. ഇതിപ്പോൾ പറയുന്നല്ല, വർഷം മുമ്പേ പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാനല്ലേ. കുടുംബം വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ട്. അവരെ രക്ഷിക്കാൻ അവരെ വളർത്തിയ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ സഹായിച്ചിട്ടുണ്ടോ എന്നാലോചിക്കണം. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എടുക്കേണ്ട തീരുമാനം എൻ്റെ ഒരു നിർദ്ദേശമാണ്, മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടി നിർമ്മാതാക്കൾക്ക് ഈ സൂപ്പർ സ്റ്റാർ ഡേറ്റ് കൊടുക്കണം. അവർക്ക് സ്വന്തമായി സിനിമ എടുക്കാനോ അവരുടെ വീട്ടിൽ തന്നെ വേറെ ഡിസ്ട്രിബ്യൂട്ട് ഉണ്ടാക്കാനോ ചെയ്യാതെ വേറൊരു നിർമ്മാതാവിന് സിനിമ നിർമ്മിക്കുന്ന ഡേറ്റ് കൊടുക്കണം എന്നുള്ള തീരുമാനം കൂടി നിങ്ങൾ എത്തണം. അല്ലാതെ ഞാൻ സമരം പ്രഖ്യാപിക്കാൻ പറയുമ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടാൻ വേണ്ടി ആയത് സംഘടനാ നേതാക്കന്മാർക്ക് ഗുണകരമായ രീതിയിലല്ല സംഘടനയെ ചലിപ്പിക്കേണ്ടതെന്ന് ആലോചിക്കണം. മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി, മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി, പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ നിർമ്മാതാക്കൾ ആരെങ്കിലുമാണ് ഈ സമരം തുടങ്ങിയത് അതിനെ പരാജയപ്പെടുത്തണം. കാരണം മമ്മൂട്ടിയോട് പറയണം ഇത്ര പ്രതിഫലമേ നിങ്ങൾക്ക് തരുള്ളൂ. അപ്പോൾ മമ്മൂട്ടി എനിക്ക് ഡേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ പറയണം ഡേറ്റ് വേണ്ട, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബാനറിലോ നിങ്ങളുടെ ബിനാമിയുടെ പേരിലോ പടം നിർമ്മിക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ ബാനറിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ വിതരണം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പറഞ്ഞൂടെ? മോഹൻലാലിനോടും പറയാം മോഹൻലാലിൻ്റെ ഡേറ്റ് തരണം, ഇത്രയും തരാൻ പറ്റുള്ളൂ. മോഹൻലാലിൻ്റെ ഡേറ്റ് ഇല്ലെന്ന് പറയും. അപ്പം മോഹൻലാൽ ഡേറ്റ് ആന്റണി പെരുമ്പാവൂർ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാതും ആന്റണി പെരുമ്പാവൂർ ആശീർവാദിൻ്റെ പേരിൽ എടുക്കുന്ന സിനിമകളെല്ലാം മോഹൻലാലിനെ നായനാക്കി. അത് പറ്റില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ട്. അപ്പം അങ്ങനെ മാറ്റം വന്നാൽ നടൻ അഭിനയിച്ചാൽ മാത്രം മതി എന്നുള്ള വ്യക്തമായ തീരുമാനം എടുക്കുമ്പോൾ സിനിമയിൽ കുറേ മാറ്റങ്ങളൊക്കെ മാറ്റം വരണ്ടേ? അപ്പോൾ പറയുന്ന ഇവരുടെ കാര്യം മാത്രമല്ല, നായന്മാർ കഴിഞ്ഞിട്ട് കുറേ നടന്മാരും മറ്റു സാങ്കേതിക വിദഗ്ധരും സംവിധായകന്മാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പ്രതിഫലം എത്രയാണെന്ന് കണക്ക് വരണം. ഒന്നാമത് കള്ളക്കണക്കുകൾ പാടില്ല. സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട നികുതികൾ വെട്ടിച്ചുകൊണ്ട്
സിനിമയിൽ നടക്കുന്ന ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്ന സിനിമയിലാണെന്ന് ആലോചിക്കണം. ആ നികുതി വെട്ടിക്കുന്നവരെയാണ് സംസ്ഥാന സർക്കാരും മറ്റുള്ളവരൊക്കെ ആരാധിക്കുന്ന ആലോചിക്കണം. ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണെന്ന് ആലോചിക്കണം. അവിടെ അവിടെ ഇതുവരെ ഒരു അന്വേഷണവും വന്നിട്ടില്ല, അവിടെ ഇതുവരെ ഇഡിയും വന്നിട്ടില്ല എന്ന് ആലോചിക്കണം. അപ്പം ആ രീതിയിലേക്ക് നിങ്ങൾ പോകേണ്ടിയിരിക്കുന്നു, നിങ്ങൾ സമരം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും മഴക്കാലത്ത്, ജൂൺ 1 മുതൽ മഴക്കാലത്താണ് നിങ്ങൾ സമരം പ്രഖ്യാപിച്ചതെന്നുള്ളൊരു വലിയ ആശ്വാസകരമാണ്. അതിനു മുമ്പ് വേണ്ടപ്പെട്ടവരുടെയൊക്കെ സിനിമകൾ തിയേറ്ററിൽ വന്ന് പോയിക്കൊണ്ടിരിക്കും, അല്ലേ സുരേഷേ?